കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയും. നഴ്സിംഗ് കൗൺസിൽ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. മാനസ ചേരുന്നു. മാനസ, ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തെ സംബന്ധിച്ച് എന്തൊക്കെ തീരുമാനങ്ങളാണ് നഴ്സിംഗ് കൗൺസിൽ എടുത്തിരിക്കുന്നത്? കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ തീരുമാനിച്ചിരിക്കുന്നു. നഴ്സിംഗ് കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. പ്രതികളായ 5 പേർ ഇപ്പോൾ റിമാൻഡിലാണ്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാനസ ചേരുന്നു. മാനസ, നഴ്സിംഗ് കൗൺസിൽ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സഭയെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിക്രൂര റാഗിംഗ് തന്നെയായിരുന്നു കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നിരുന്നത്. അതിന്റെ എല്ലാ വാർത്താ വിശദാംശങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ അറിയിച്ചതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സംഭവത്തിന്റെ ഈ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത നഴ്സിംഗ് കോളേജിലെ നഴ്സിംഗ് കൗൺസിൽ അടിയന്തര യോഗം ചേർന്നത്. യോഗത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത്. 5 വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. 5 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം തടയും എന്ന തീരുമാനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഈ വിഷയം കോളേജ് അധികൃതരെ അറിയിക്കാനാണ് നഴ്സിംഗ് കൗൺസിലിന്റെ തീരുമാനം. അല്പസമയം മുൻപാണ് യോഗം ചേർന്നത്. ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ റാഗിംഗ് ഉൾപ്പെടെയുള്ളവ നടത്തിയതും ഈ കാര്യങ്ങളൊക്കെയും സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ശക്തമായ രീതിയിലുള്ള ഒരു നടപടി തന്നെ നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു അടിയന്തര കൗൺസിൽ യോഗം വിളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? ഇവർക്കെതിരെയുള്ള നടപടിയെ സംബന്ധിച്ച് എന്തൊക്കെ ചർച്ചകളാണ് ഇതിനുള്ളിൽ നടന്നത്? നഴ്സിംഗ് കൗൺസിൽ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപാണ് യോഗം ചേർന്നത്. അതിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ പ്രധാനമായും ഉള്ളതാണ് ഈ 2 കാര്യങ്ങൾ. അതായത് ഈ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയുക, ഒപ്പം തന്നെ ഈ വിഷയം കോളേജ് അധികൃതരെ അറിയിക്കുക. ഇത്തരത്തിൽ റാഗിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയും നടത്തുമ്പോഴും ഇത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള ഒരു റാഗിംഗ് കാര്യങ്ങളൊക്കെയും നടത്തിയത് കൊണ്ടാണ് ഈ സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് നഴ്സിംഗ് കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിൽ യോഗം ചേരാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും അത്തരത്തിൽ ഒരു യോഗം ചേർന്നതിലാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ 5 പ്രതികൾക്കെതിരെ ഇത്തരത്തിൽ ശക്തമായ ഒരു നടപടിയിലേക്ക് കൗൺസിൽ കടന്നതും. ഏതായാലും ഈ 5 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം റദ്ദാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ശക്തമായ ഒരു നടപടിയും ശക്തമായ ഒരു തീരുമാനത്തിലേക്കും തന്നെയാണ് കൗൺസിൽ എത്തിച്ചേർന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതികളൊക്കെയും തന്നെ ക്രൂരമായാണ് ഉപദ്രവിച്ചത്. പിറന്നാൾ ആഘോഷത്തിന് ചെലവ് ചെയ്യാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ക്രൂരമായ ഉപദ്രവങ്ങളൊക്കെയും ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഒപ്പം തന്നെ മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാരനായ വിദ്യാർത്ഥിയോട് പ്രതികൾ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നും പണം കൊടുക്കാൻ തയ്യാറായതിന്റെ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു റാഗിങ്ങിലേക്ക് എത്തിച്ചതും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയും ആണ് പുറത്തു വന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂര റാഗിങ്ങിനെതിരെ രംഗത്തെത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കൂടുതൽ പരാതികൾ പുറത്തു വന്നിരുന്നു. ഈ പരാതികളൊക്കെയും കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഒരു കൗൺസിൽ യോഗം ചേരാൻ തീരുമാനിച്ചത്. കൗൺസിൽ യോഗത്തിൽ പ്രതികളെ കർശന ശിക്ഷ പ്രതികൾക്ക് ഉറപ്പാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കാം ഉയർന്നു വന്നിട്ടുണ്ടാവുക. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഈ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം നിഷേധിക്കുന്ന അല്ലെങ്കിൽ തുടർ പഠനം തടയുന്ന ഒരു തീരുമാനത്തിലേക്ക് കൗൺസിൽ യോഗം എത്തിച്ചേർന്നിട്ടുണ്ടാവുക. കോട്ടയത്ത് അതിക്രൂരമായ റാഗിംഗ് നടത്തി 5 നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ വേണ്ടി നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു. മാനസയാണ് വിവരങ്ങൾ നൽകിയത്.